അല്ല അത് അവരെ ആചാരത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഞാൻ എൻ്റെ കാല് പൂജിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ പാത പൂജ ചെയ്യാൻ പറ്റിയ എടുക്കണമെന്നല്ല. അത്രയും വലിയ പ്രതിഭയൊന്നും എനിക്കില്ല കേട്ടോ. അതൊന്നുമില്ല. അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു. ഇപ്പോൾ പാത പൂജയെ പറ്റി നിങ്ങൾ പറയുമ്പോൾ എന്നാൽ ഇവൻ ഇരിക്കട്ടെ ഒരെണ്ണം, അപ്പോൾ കുറച്ചുകൂടെ ഞാനാകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ പ്രചരിപ്പിക്കുമല്ലോ. അതുകൊണ്ട് ഇവൻ ഇരിക്കട്ടെ ഒരെണ്ണം എന്ന് വിചാരിച്ചാണ്. എൻ്റെ പാത ഒന്നും പൂജിക്കത്തില്ല. ഞാൻ എൻ്റെ കാലിലൊരാൾ തൊട്ട് വീഴുതാൽ പോലും ഞാൻ തൊടാറുണ്ട്. ഞാൻ എന്നെ കുഞ്ഞുങ്ങളൊക്കെ കാലിൽ തൊട്ട് വരാണ്. പക്ഷേ ഞാൻ അപ്പോഴും പറയുന്നൊരു വാക്കുണ്ടെന്ന് അറിയാം, കുഞ്ഞെ നിന്നെ ദൈവം രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അവരെ അനുഗ്രഹിക്കാൻ അവരെ രക്ഷിക്കാൻ ഞാനാരാ? ഞാൻ ഒരു സാധാരണ മനുഷ്യൻ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എനിക്കൊരു പ്രതിഭയുമില്ല. പക്ഷേ എൻ്റെ കാലിൽ തൊട്ട് തൊഴുമ്പോൾ നമ്മുടെ ശങ്കരാചാര്യർ പറയുന്ന അദ്വൈത വേദാന്തം അനുസരിച്ച് അഹം ബ്രഹ്മാസ്മി, നീ തന്നെയാണ്. നിൻ്റെ ഉള്ളിലൊരു ദൈവാത്മാവുണ്ട്. ജീവാത്മാവ് തന്നെ പരമാത്മാവെന്ന് പറയും. ആ പരമാത്മാവ് എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നതുകൊണ്ട് എൻ്റെ കാലിൽ തൊട്ട്. അല്ല ഗണേഷ് കുമാറിൻ്റെ കാലിലാരും തൊട്ട് വേണ്ടായിരുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. കുഞ്ഞുങ്ങൾ തൊഴുമ്പോൾ ഞാൻ പറയും, മക്കളെ ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കാനും രക്ഷിക്കാനൊക്കെ ദൈവത്തിനെ അധികാരമുള്ളൂ. നമ്മൾ പാവപ്പെട്ട മനുഷ്യരാണ്. ഞാനൊരു ദൈവവിശ്വാസിയാണ്, അന്ധവിശ്വാസിയല്ല. അതാ അമ്പല കമ്മിറ്റിക്കാരോട് കുശുമ്പുള്ളവരുണ്ട് പറഞ്ഞതാണ്. അത് പാദപൂജയൊന്നുമല്ല. അളിയൻ്റെ കാലി വെള്ളം ഒഴിച്ചിട്ടില്ലേ നിങ്ങളിപ്പോൾ പലരും? അളിയനെ സ്വീകരിക്കാൻ നേരം പൊക്കെ കൊടുത്ത് സ്വീകരിക്കുമ്പോൾ റിസപ്ഷൻ അളിയനെ വീശിക്കുമ്പോൾ പുതുമണവാളൻ്റെ കാലിലോട്ട് വെള്ളം ഒഴിച്ചല്ലേ ഹിന്ദുക്കൾ സ്വീകരിക്കുന്നത്. ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പെങ്ങന്മാരെ കല്യാണത്തിനൊക്കെ അങ്ങനെ സ്വീകരിച്ച ഒരാളാണ്.